ബി അക്കോർഡിംഗ് ടു ദാറ്റ്. നമ്മുടെ ഓരോ ചുവടുകളും ആ ധ്യാനത്തിങ്കിൽ നിന്ന് വരട്ടെ. കാരണം അവിടെ നിന്നാ ഹിസ് ഡെത്ത് ഗേവ് us ലൈഫ്. അവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. സോ ലെറ്റ് അവർ ലൈഫ് നോട്ട് ഓൺലി ഓൺ സൺഡേ ആൻഡ് ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പെയിൻ, വേദന, പ്രയാസങ്ങൾ, സന്തോഷം എല്ലാം ഉള്ളപ്പോഴും അവൻ്റെ ആ യാഗത്തെ ഓർത്തുകൊണ്ടുള്ള നമ്മുടെ ജീവിതം. ദാറ്റ് ഈസ് വാട്ട് ഗോഡ് എക്സ്പെക്ട് ഫ്രം us. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ഹല്ലേലൂയ ഞാൻ പറഞ്ഞതുപോലെ ഹോളി കമ്മ്യൂണിയൻ ഉള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഓരോരുത്തരോടും ഉള്ളങ്ങളോട് കർത്താവ് ഇടപെടട്ടെ. ദൈവത്തിൻ്റെ വചനം അത് ഏറ്റവും വലിയ പ്രോഫസിയാണ്. to me each time I was mentioning in my home, each time when I read God's, a lot of things a lot of things that I need to do in front of me, and lot of things. നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കും. വാട്ട് ഐ നീഡ് ടു ഡു, where I need to adjust, God will speak to us. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. വളരെ വേഗത്തിൽ ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്ക് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ദ ന്യൂ കോവനന്റ് ഇൻ ജീസസ് ബ്ലഡ്. ദ ന്യൂ കോവനന്റ് ഇൻ ജീസസ് ബ്ലഡ്. മലയാളത്തിലെ യേശുവിൻ്റെ രക്തത്തിൽ പുതിയ നിയമം. എന്താണ്? നമ്മൾ എപ്പോഴും വായിക്കുകയും അല്ലെങ്കിൽ കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ് അല്ലേ? കർത്തൃമേശ സമയത്ത് പ്രത്യേകം കേൾക്കുന്നതാണ് രക്തത്തിൽ പുതിയ നിയമമാണ്. സോ വാട്ട് ഡു ഇറ്റ് മീൻ? നമ്മൾ അതിനെ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്കിന്ന് ദൈവസന്നിധിയിൽ അല്പം കൂടെ ആഴത്തിൽ ചിന്തിക്കുവാൻ വലിയവനായ ദൈവം കൃപ തരട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളെ സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്തൃമേശയുമായിട്ട് ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നപ്പ ഞങ്ങളെ കർത്താവെ ഒന്നുകൂടെ ശോധന ചെയ്യുവാൻ ഈ തിരുവചനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, അങ്ങയുടെ വചനം അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഞങ്ങൾക്കത് മധ്യായതാണ്. അത് ഓരോ വാക്കുകളും അത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ ചിന്തകളിൽ കർത്താവെ അതിനെ രൂപാന്തരങ്ങൾ കൊണ്ടുവരുവാൻ കർത്താവെ മുഖാന്തരം ഒരുക്കണമേ. അടിയനെയും ബലപ്പെടുത്തണം. ഞങ്ങൾക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ കൃപ തന്നാട്ടെ യേശുവിൻ പൊന്നുനാമത്തിൽ തന്നെ. 1 കൊരിന്ത്യർ 11 അധ്യായം അതിൻ്റെ 25 വാക്യത്തിൽ നിന്നാണ് ടൈറ്റിൽ എടുത്തിരിക്കുന്നത്. 1 Corinthians 11:25. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. 3 കാര്യങ്ങൾ അതിൽ നിന്ന് പ്രത്യേകം എടുത്തു പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. അപ്പോൾ എൻ്റെ രക്തത്തിൽ പുതിയ നിയമം. അപ്പോൾ പുതിയ നിയമം എന്നുള്ളതാണ് ഒരു പോയിൻ്റ്. 2, എൻ്റെ രക്തത്തിൽ പുതിയ നിയമം നമുക്ക് തന്നിരിക്കുന്നത് എൻ്റെ രക്തത്തിൽ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് കുടിക്കുമ്പോഴൊക്കെയും നിങ്ങൾ എന്തു ചെയ്യണം? റിമെമ്പർ, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും വളരെ വേഗത്തിൽ. 1, ദ ന്യൂ കോവനന്റ്. 2, ഇൻ മൈ ബ്ലഡ്. ആൻഡ് ദ തേർഡ് തിങ്, ഇൻ റിമെമ്പറൻസ് ഓഫ് മീ. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, തമിഴ് ഐ ഡു നോട്ട് നോ, ഇൻ മലയാളം ഇറ്റ് ഈസ് റിട്ടൺ പുതിയ നിയമം ആകുന്നു. പുതിയ നിയമം ആകുന്നു. ഓക്കെ. നിയമം എന്ന് പറയുമ്പോൾ അത് ഗ്രീക്കിലെ തോറ എന്നുള്ള ഒരു പദമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ. നിയമം എന്ന് പറയുമ്പോൾ ഒരു കമാൻഡ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ്, നിങ്ങൾക്കായിട്ട് ജീവിക്കാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് തന്നിരിക്കുന്നു, ഒരു നിയമം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നിയമം എന്ന് പറയുന്നത്. എന്നാൽ മലയാളത്തിൽ അവിടെ നിയമം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നിയമം എന്നല്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോവനന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു വെറും ലോ അല്ല, ഇറ്റ് ഈസ് എ കോവനന്റ്, എ ന്യൂ കോവനന്റ് എന്നാണ് യേശു വാസ്തവത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ ഒരു ലോ എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വിശുദ്ധിയെ വെളിപ്പെടുത്തുന്നതാണ്.
നമ്മൾ ലോ എന്ന് പറയുമ്പോൾ നിയമം, പഴയ നിയമത്തിലൊക്കെ നിയമം നമ്മൾ കാണുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡാണ് അല്ലേ? അത് എന്താണ് നമ്മൾ പറഞ്ഞത്, അതൊരു ഇൻസ്ട്രക്ഷനാണ്. അതിലൂടെ വെളിപ്പെടുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആ ഹോളിനെസ്, ഹൗ ഹോളി അവർ ഗോഡ് ഈസ്, അത് വെളിപ്പെടുന്നു. രണ്ടാമതായിട്ട് എന്ത് സംഭവിക്കുന്നു? അത് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് കാണിച്ചു തരുന്നു. നിയമമില്ലാത്തടത്ത് തെറ്റുകളില്ല അല്ലേ? അപ്പോൾ നിയമം ഉള്ളപ്പോൾ, ലോ എന്ന് പറയുമ്പോൾ, തോറ എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം ദൈവത്തിൻ്റെ ആ വിശുദ്ധിയെ വെളിപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് അതെന്ത് ചെയ്യുന്നു? എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് കാണിക്കുന്നു. മൂന്നാമതായിട്ട് ഇറ്റ് റിവീൽ സിൻ, പാപത്തെ അത് വെളിപ്പെടുത്തുന്നു, അത് പുറത്തു കൊണ്ടുവരുന്നു അല്ലേ? നിയമം ഉണ്ടെങ്കിലാണ് നമ്മൾ ചെയ്ത് തെറ്റാണോ അല്ലയോ എന്ന് അറിയുന്നത്. അപ്പോൾ പാപത്തെ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. മാത്രമല്ല ഇതിലൂടെ ഒരു നീതിയോടെയുള്ള അല്ലെങ്കിൽ ശരിയായുള്ളൊരു ജീവിതം എങ്ങനെ നയിക്കാം എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് ലോയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ കൊവനൻ്റ് എന്ന് പറയുമ്പോൾ അതൊരു ലോ അല്ല, അതൊരു മ്യൂച്വൽ ബൈൻഡിങ് ആണ്. ഹല്ലേലൂയ. അത് പ്രത്യേകമായിട്ട് ഒരു റിലേഷൻഷിപ്പാണ്. ഇതൊരു ന്യൂ കോവനൻ്റ് എന്ന് യേശു പറയുമ്പോൾ, ഇതൊരു പുതിയ നിയമമാണ് എന്ന് യേശു പറയുമ്പോൾ, പഴയ 10 കൽപ്പനകളും അതിനോടനുബന്ധിച്ചുള്ള ചട്ടങ്ങളും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസും ആണ് നിങ്ങൾക്കൊരു പുതിയ ഇൻസ്ട്രക്ഷൻ തരുന്നു എന്നല്ല യേശു പറയുന്നത്. ദിസ് ഈസ് എ ന്യൂ കോവനൻ്റ് എന്ന് വെച്ചാൽ ഇത് ഒരു പുതിയ ഉടമ്പടിയാണ്. ഈ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല ഉടമ്പടി എന്ന് പറയുന്നത് അല്ലേ? ഉടമ്പടി എന്ന് പറയുമ്പോൾ 2 പാർട്ടിയും കൂടെ ഒരേ ഐക്യത്തിൽ വന്ന് തീരുമാനിച്ച് പറയുന്നതിനെയാണ് കോവനൻ്റ് അല്ലെങ്കിൽ ഒരു ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ രക്തത്തിൽ എഴുതിയ അല്ലെങ്കിൽ രക്തത്തിൽ പുതിയ ഉടമ്പടിയാണ്, പുതിയ നിയമമാണ് എന്ന് പറയുമ്പോൾ പറയുന്ന യേശുവും അതുപോലെ തന്നെ കേൾക്കുന്ന നാമും ഈക്വലി ബൈൻഡഡ് ഒരു റിലേഷൻഷിപ്പിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ദൈവം പറയുന്നു, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, I will do such and such thing to you. Then the other party, whoever, the people of Israel or Abraham, okay, I will do this. അങ്ങനെ 2 പേരും കൂടെ both the party agree. അപ്പോൾ യേശു പറയുകയാണ്, ഇത് എൻ്റെ രക്തത്തിൽ പുതിയൊരു നിയമമാണ്, എ ന്യൂ, എന്താണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പുതിയ കോവനൻ്റ് ആണ്, ഇവിടെ ഒരു പുതിയ ഉടമ്പടിയാണ്. ആമേൻ. കർത്താവ് അതിലേക്ക് ഒന്നുകൂടെ ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഉടമ്പടി എന്താണെന്ന് കാണിക്കാനായിട്ട് ജെനിസിസ്, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം വായിച്ചാട്ടെ. അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ അതിൽ തന്നെ വായിച്ച മനസ്സിലാകുന്നത് കൊണ്ട് വെറുതെ വായിച്ചു പോവുകയാണ്. ഓക്കെ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. So who am I to you? ഞാൻ നിനക്ക് ആരാണ്? ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, അത് എൻ്റെ ഭാഗത്ത് നിന്ന്. എന്നാൽ നീ എന്തോ ചെയ്യണം? നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. So you are responsible. Yeah, I am God and I am a powerful God, അല്ലേ? Almighty God. But at the same time, what you need to do, ഇവിടെയാണ് ആ കോവനൻ്റ് വരുന്നത്. യെസ്, അടുത്ത വാക്യം. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും. അപ്പോൾ ഞാൻ ആരാണ്? I am so mighty God. And you have to be walk innocent or righteous in front of me. And in between you and me, I will set a covenant. ഞാൻ എൻ്റെ നിയമത്തെ അവിടെ വെക്കുകയാണ്. നിന്നെ അധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ് ദൈവം അവനോട് അരുളി ചെയ്തതെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇവിടെയാണ് ഒരു ഉടമ്പടി ദൈവം അബ്രഹാമുമായി ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു എന്ന് മാത്രം. ഒരു ലോ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇന്നത് നിങ്ങൾ ചെയ്യണം, ഇന്നതിനടുത്ത് നിങ്ങൾ പോകണം, ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലേ? എന്നാൽ ഇവിടെ അതല്ല, ഞാനിത് ചെയ്യാം, ദെൻ യു നീഡ് ടു ബി ഹൗ, എന്നാൽ ഞാൻ എങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നീ ആയിരിക്കണം എന്നുള്ള ഉടമ്പടിയാണ് ഇവിടെ കാണിക്കുന്നത്. 2 പാർട്ടിയും എന്തുണ്ട്? റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ യേശു പറയുന്നു, ഞാൻ ഒരു പുതിയ
ഉടമ്പടി വെക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തിൽ നമ്മൾ പറയുമ്പോൾ ലോ നമ്മൾ എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. ലോ കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കിട്ടിക്കഴിഞ്ഞാൽ, കമ്പനികളൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്, നമുക്കറിയാം വാട്ട് വി നീഡ് ടു ഡു, വി നീഡ് ടു ഒബേ ദാറ്റ്. ആ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യണം. എന്നാൽ കോവണൻ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഒബേ ബട്ട് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോടെ ജീവിതകാലം മുഴുവനും അതിനെ കൊണ്ടു നടക്കേണ്ടതാണ്. ആമേൻ. അത് പണിയെടുക്കുമ്പോൾ മാത്രമല്ല, ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർ അവർ ലിവിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ മുൻപാകെ എങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ഉടമ്പടി എന്ന് പറയുമ്പോൾ. അപ്പോൾ യേശു പറഞ്ഞ 3 കാര്യത്തിൽ ഒന്ന് ഇതാണ്, ന്യൂ കോവണൻറ്റ്, ഒരു പുതിയ ഉടമ്പടി. എന്ന് വെച്ചാൽ പഴയതുപോലെയല്ല, ഇതൊരു പുതിയൊരു ഉടമ്പടിയാണ്. മേ ബി വി ലുക്ക് ഇൻ ടു ദാറ്റ് ലേറ്റർ. രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഇൻ മൈ ബ്ലഡ്, അല്ലേ? എൻ്റെ രക്തത്തിൽ പുതിയ ഉടമ്പടി, എൻ്റെ രക്തത്തിലുള്ളൊരു പുതിയ ഉടമ്പടി. എന്താണ് യേശു അതിനെക്കൊണ്ട് അർത്ഥമാക്കിയത്? എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി. അവിടെ നമുക്കറിയാം ബ്ലഡിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് പഴയ നിയമത്തിൽ പല പ്രാവശ്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലേ? ബ്ലഡ് നമ്മൾ പഴയ വായിക്കുമ്പോൾ അറിയാം, ബ്ലഡ് മൃഗങ്ങളുടെയും ആടുകളുടെയും ബ്ലഡ് കൊണ്ടുവന്നാണ് ഒരു നിയമമോ അല്ലെങ്കിൽ ഉടമ്പടിയോ ഒക്കെ അതിനെ എന്ത് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്നത്, അതിനെ ഉറപ്പിക്കുന്നത്, അതിനെ കൺഫർമേഷൻ കൊടുക്കുന്നത്. ഇത് പഴയ നിയമത്തിലെ ഒരു രീതിയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, അവിടെ ആട് അല്ലെങ്കിൽ മൃഗങ്ങളെ കൊണ്ടൊക്കെയുള്ള ബ്ലഡ് എടുത്ത് അത് വെച്ചിട്ടാണ് അവരുടെ ലോ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? അതിനെ ഉറപ്പിക്കുന്നത്. നമുക്ക് ഒരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 24 അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കാം എന്ന് അവർ പറഞ്ഞു. അപ്പോൾ മോശെ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് we could understand what does it mean by covenant and supported by bloodshed. അതെ, ഒന്നുകൂടെ വായിച്ച് 7ാമത്തെ വാക്യം എന്താ പറഞ്ഞത്? അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. ഓക്കെ, വായിച്ചപ്പോൾ യഹോവ കൽപ്പിച്ചു. നിയമപുസ്തകം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ബുക്ക് ഓഫ് ദ കോവണന്റ്. അത് ഇസ്രായേൽ ജനവും ദൈവവുമായിട്ടുള്ളൊരു കോവണന്റ്, ഒരു ഉടമ്പടിയാണ് ഇവിടെ നടക്കുന്നത്. ആ ഉടമ്പടിയെ ഉറപ്പിക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഷെഡ്. എങ്ങനെയാണത്? കൽപ്പിച്ചൊക്കെ ഞങ്ങൾ നടക്കുമെന്ന് അവർ പറഞ്ഞു, എഗ്രി ചെയ്തു. അടുത്ത വാക്യം. അപ്പോൾ മോശെ രക്തം എടുത്ത് ജനത്തിന്മേൽ തളിച്ചു. അതിൻ്റെ ഉടമ്പടിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്, കൺഫർമേഷൻ കൊടുക്കുകയാണ്. എന്തുകൊണ്ട്? ഈ രക്തം തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് വെരി ക്ലിയർ. രക്തം എന്നുള്ളത് പഴയ നിയമത്തിലെ ഉടമ്പടിയെ ഉറപ്പാക്കുന്നതാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്, സ്ഥിരീകരിക്കുന്നതാണ്, മാറ്റാൻ പിന്നെ പറ്റത്തില്ലാത്തതാണ്. ഇവിടെ യേശു പറയുന്നത്, ഞാൻ ഈ പുതിയ നിയമമുണ്ടല്ലോ, ഈ പുതിയ കോവണൻ്റ് ഉണ്ടല്ലോ, നമ്മൾ ഒരുമിച്ചുള്ള എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, ഇത് ആടുകളുടെയോ മാടുകളുടെയോ അല്ലെങ്കിൽ രക്തം കൊണ്ടുള്ളതല്ല, എൻ്റെ രക്തത്തിലെ ഒരു ന്യൂ കോവണൻ്റ്, എൻ്റെ സ്വന്തം രക്തം കൊടുത്തിട്ടുള്ള ഒരു ന്യൂ അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്കറിയാം, രക്തത്തെക്കുറിച്ച് നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതാണ്? ദ പാസ് ഓവർ ലാംപ്, അല്ലേ? അതായത് 400 വർഷത്തെ അടിമത്വത്തിൽ നിന്ന് ദൈവം അവരെ എന്ത് ചെയ്യാണ്? വിടുവിക്കുകയാണ്. വിടുവിക്കുന്ന സമയത്ത് ദൈവം എന്ത് ചെയ്തു? അവിടെ ആ രക്തത്തളി കൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു? അതിനെ ഉറപ്പിക്കുകയും അതിനെ അവർക്ക് ഡെലിവറൻസ്, ഒരു വിടുതലായിട്ട് കാണിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 12:13 വാക്യം. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും. നിങ്ങൾ പാർക്കുന്ന വീട്ടിൽ എന്തായിരിക്കും? രക്തം അടയാളമായിരിക്കും. ദാറ്റ് ഈസ് ദ സൈൻ. അവിടെ രക്തം കണ്ടാൽ എന്താണ്? ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ കടന്നു പോകും എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ രക്തം ഉള്ളത് കൊണ്ട് എന്താണ്? there is a belonging, you are mine, അല്ലേ? നിങ്ങൾ എൻ്റേതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? ഇസ്രായേൽ ജനത്തിന് മാത്രമേ രക്തം തളിക്കാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ബിലോങ്ങിങ്. ഈ രക്തം കാണുമ്പോൾ
ഈ ദൂതന് മനസ്സിലായി ഇത് നമ്മുടെ ആൾക്കാരാണ്, അതുകൊണ്ട് ഇവരെ വിട്ടേക്കാം. അങ്ങനെ ദൂതൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ രക്തം, ഈ ഉടമ്പടിയിൽ എന്തുണ്ടാകുന്നു? ഒരു ബിലോങ്ങിങ് ആണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ആ രക്തം ചൊരിഞ്ഞതുകൊണ്ട് ആ ആട്, അല്ലെങ്കിൽ അത് ഓരോ വീടുകളിലും ഓരോ ആട് വെച്ച് അല്ലേ അവരത് ആ രക്തം എടുത്ത് പുരട്ടി. അപ്പോൾ ആ ഒരു രക്തം അവിടെ കണ്ടതുകൊണ്ട് എന്തുണ്ടായി? അതിനെ അവർക്ക് ഡെലിവറൻസ് ആണ്, അവരെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഒരുക്കമാണ്. പക്ഷേ ഒരുക്കത്തേക്കാൾ ഉപരിയായി അവിടെ വെളിപ്പെട്ടത് എന്താണ്? എ ബിലോങ്ങിങ്. നിങ്ങൾ എൻ്റേതാണ് അല്ലേ, നിങ്ങൾ എൻ്റേതാണ് എന്നുള്ളൊരു മാർക്കാണ് എന്ത്? ആ രക്തത്തിൻ്റെ അടയാളം. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ രക്തം എന്ന് പറയുന്നത് ഞാൻ അവൻ്റേതാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഒരു ബിലോങ്ങിങ്ങിൻ്റെ ആ ഒരു അടയാളമാണത്. മനസ്സിലായോ? അത് ആടുകളുടെ രക്തം കൊണ്ടല്ല, സ്വന്തം രക്തം കൊടുത്ത് നിങ്ങളെ ഒരു ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു സംഹാരദൂതൻ ഒരു ആടിൻ്റെ രക്തം കണ്ടപ്പോൾ മാറിപ്പോയി ഇത് നമ്മുടെ ആളാണെന്ന് പറഞ്ഞു എങ്കിൽ, ഇന്ന് ദൈവമക്കളെ ഇവിടെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ഹല്ലേലൂയ മാർക്ക് കൊണ്ട് നിങ്ങളെ തളിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾക്ക് ആ അടയാളത്തിൻ്റെ ശക്തി മനസ്സിലാകാഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് തെറ്റിപ്പോകുന്നത്. ഹല്ലേലൂയ. ആ രക്തത്തിൻ്റെ വില എന്ന് പറഞ്ഞ് എൻ്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാണെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. കാരണം അത്ര വലിയൊരു അടയാളമാ നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. ആടിൻ്റെയോ മാടിൻ്റെയോ അല്ലെങ്കിൽ പ്രാക്കളുടെയോ രക്തമല്ല. ആമേൻ. എൻ്റെ രക്തത്തിൽ ഒരു പുതിയ ഉടമ്പടിയാണ്. യേശു അത് നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു സ്വന്തമാക്കിയതാണ് നമ്മെ. ഒരു ബിലോങ്ങിങ് ആണ്. ആടിൻ്റെ രക്തം കൊടുത്ത് സ്വന്തമാക്കിയപ്പോഴേ ദൂതന് പിടികിട്ടി അവിടെ ഇനി തൊടാൻ പാടില്ല. ഹല്ലേലൂയ. എന്നാൽ യേശു തൻ്റെ സ്വന്തം രക്തം കൊണ്ട് ഹല്ലേലൂയ മാർക്ക് ചെയ്ത എന്നെയും നിങ്ങളെയും ഒരു വ്യക്തിക്കും തൊടാൻ പറ്റത്തില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആമേൻ. നിങ്ങൾ അങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ ആ രക്തത്തിൻ്റെ വില നിങ്ങൾ കുറച്ച് കാണുന്നു എന്ന് വേണം ഞാൻ പറയാനായിട്ട്. ആമേൻ. അതിൻ്റെ വില മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ തളിച്ചിട്ടില്ല, അത് വേറെ വിഷയം. ഞാൻ തളിച്ചവരോടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യു ആർ ഫുള്ളി പ്രൊട്ടക്റ്റഡ്. ആമേൻ. കാരണം എന്താണ്? യേശു ആ മൃഗത്തിൻ്റെ ആ ഒരു രക്തം കണ്ടപ്പോൾ അവർക്ക് ഇത്രയും വലിയൊരു വിടുതൽ ലഭിച്ചു എങ്കിൽ ആമേൻ, ബാക്കി എല്ലായിടത്തും കൊട്ടാരത്തിൽ പോലും സെക്യൂരിറ്റി അല്ലേ ഉള്ള ഫറവോൻ്റെ വീട്ടിൽ പോലും ആദിജാതൻ കൊല്ലപ്പെട്ടെങ്കിൽ ഈ ഒരു ഏഴയായിരിക്കുന്ന അല്ലേ അവിടെ ഒന്ന് അടിമവേല ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും പൂറായിരിക്കുന്ന ഒരുത്തൻ്റെ വീട്ടിൽ ഹല്ലേലൂയ ഈ രക്തമുള്ളത് കൊണ്ട് ഹല്ലേലൂയ ദൂതൻ അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ഈ മാർക്ക് ഓഫ് ദ ബ്ലഡ് നമ്മൾ ഇനി പേടിച്ചിരിക്കേണ്ടതല്ല. കാര്യം അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹൃദയം തകരും, അത് വേറെ വിഷയം. 1 കൊരിന്ത്യർ വായിച്ചാൽ 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇനി എന്താണ്? പ്രൊട്ടക്ഷൻ ഇസ് ദേർ. നമ്മൾ അവൻ്റെ കൂട്ടത്തിലായി, പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഭാഗമായി ഇനി വി ആർ റെസ്പോൺസിബിൾ. ഇതൊരു ഉടമ്പടിയാ, മ്യൂച്വൽ എഗ്രിമെൻ്റ് ആണ്. അവൻ രക്തം കൊടുത്തു നമ്മെ ഇത്രമാത്രം ഉറപ്പിച്ചു. നോ വൺ ക്യാൻ ചേഞ്ച്, നത്തിങ് ക്യാൻ മൂവ്. അവൻ പറഞ്ഞു. യേശു എന്താ പറഞ്ഞേ? അബ്രഹാമിനോട് പറയുമ്പോൾ ഞാൻ സർവശക്തിയുള്ള ദൈവം, അതുകൊണ്ട് നീ എൻ്റെ മുന്നിൽ നിഷ്കളങ്കമായി നടക്കണം. ഉടമ്പടി. ഇവിടെ യേശു പറയുന്നു ഹല്ലേലൂയ എന്താണ്? ഞാൻ ഒരു പുതിയ ഉടമ്പടി വെച്ചിരിക്കുന്നു, എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. സോ വാട്ട് യു നീഡ് ടു ഡു. ഇവിടെ പറയുന്നു നിങ്ങൾ പുളിപ്പില്ലാത്തവരായി ആയിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മൾ ആ ഭാഗമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇത് പുതിയ നിയമത്തിലെ കാര്യമാണ് പറയുന്നത്. അപ്പോസ്തലൻ പൗലോസ് എഴുതിയിട്ടുണ്ട് എന്താണ് ഈ പുതിയ പിണ്ടം പഴയ പിണ്ടം എന്നൊക്കെ. നമ്മളിത് വായിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന്. കാരണം എന്താ?
നമ്മൾ പുളിപ്പില്ലാത്ത നീക്കികൾ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാട് നമുക്ക് വേണ്ടി ഒരു രക്തം ചിന്ത അതുകൊണ്ട്, ആ രക്തത്താൽ നമ്മെ മുദ്രയിട്ടത് കൊണ്ട് നമ്മൾ ഈ പുളിപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കൊണ്ടാടണമെന്ന്. ആമേൻ, സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനെ പിൻപറ്റുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ പിന്നെ അടുത്ത വാക്യം, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, അല്ല, തിന്മയും ദുഷ്ടതയും ആയ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിമില്ലായ്മ കൊണ്ടത്രേ തന്നെ ഉത്സവം ആചരിക്കാം. ഇത് നമുക്കൊരു ഉത്സവമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഈ നമ്മൾ കർത്തൃമേശയ്ക്ക് പോവാണ്. ദിസ് ഈസ് എ സെലിബ്രേഷൻ. പക്ഷേ സെലിബ്രേഷൻ ചെയ്യേണ്ട രീതിയുണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. ഇതൊരു മ്യൂച്വൽ കോവണൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മെ തന്നെ നിർമ്മലതയോടെ, അല്ലേ, തിന്മയും ദുഷ്ടതയുമായ പുളിമാവും മാറ്റിയിട്ട നമ്മൾ എന്ത് ചെയ്യണം? സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കണം. രക്തത്തിൽ എഴുതിയൊരു പുതിയ നിയമമായതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ പുളിപ്പില്ലാത്തതിനെ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കണം. പുളിപ്പുണ്ടെങ്കിൽ അത് ആ പെസഹയ്ക്കൊത്ത ആചരണമല്ല. ആമേൻ. പെസഹയ്ക്ക് ഒത്ത, ചിന്തിയ രക്തത്തിന് ഒത്ത ഒരു ഉടമ്പടിയാണെങ്കിൽ, അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ പുളിപ്പില്ലാത്ത അൺലിവൻ ബ്രെഡ്, അല്ലേ, കൊണ്ട് തന്നെ എന്ത് വേണം? പെസഹ ആചരിക്കണം. നമ്മൾ രക്തത്തിൻ്റെ വിലയെല്ലാം അവകാശപ്പെടുന്നവരാണ്. എന്നാൽ അതിനൊരു ഉടമ്പടിയാണെന്നും അതിൽ എൻ്റെ ഭാഗമുണ്ടെന്നും മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ആമേൻ. സ്തോത്രം. എന്തുകൊണ്ടാണ് അതൊരു സെലിബ്രേഷൻ ആയത്? എന്തുകൊണ്ടാണ് അത് നമ്മൾ ഇത്രയും നന്നായി നടക്കണമെന്ന് പറയുന്നത്? കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം വായിച്ചാട്ടെ, അതിൻ്റെ 13-ാമത്തെ വാക്യം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ ദേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന്. എന്താ കാരണം? നമ്മെ ഇരുട്ടിന്റെ ഈ രക്തം ചിന്തിയത് കൊണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചല്ലോ 2-ാം അധ്യായത്തിൻ്റെ 14-15 തോന്നുന്നു. അതായത് സകലവും, നമുക്കെതിരായിട്ടുള്ള സകലത്തെയും അവൻ നീക്കി. പക്ഷേ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? കൊളോസ്യ ലേഖനത്തിൽ വളരെ ഭംഗിയായിട്ട് ആ തലയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മൾ വിട്ടുവീച്ച് നമ്മൾ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചതുകൊണ്ട് ലെറ്റ് us സെലിബ്രേറ്റ്, ലെറ്റ് us walk. ആമേൻ. പറഞ്ഞല്ലോ, ഇതൊരു കോവണൻ്റ് ആണ്. ലോ ആയിരുന്നെങ്കിൽ ജസ്റ്റ് റിമെമ്പർ മതിയായിരുന്നു, അല്ലേ? എന്നാൽ ഇതൊരു കോവണൻ്റ് ആയതുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? നമ്മളെപ്പോഴും അതിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഡാർക്ക്നെസ്സിൽ നിന്നും മാറിയിട്ട് പുത്രൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവരാ ഞാനും നിങ്ങളും. ആ വിലയ്ക്ക് വാങ്ങിയതാ എൻ്റെ രക്തത്തിൽ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. ഇനി മൂവിങ് ഓൺ. ഹല്ലേലൂയ. ഇവിടെ ഈ രക്തത്തിന് ഉടമ്പടിയാണെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇത് എഴുതിയിരിക്കുന്നത് എവിടെയാണ്? റിട്ടൺ ഇൻ അവർ ഹാർട്ട്സ്. ഈ പുതിയ നിയമം, പുതിയ ഉടമ്പടി എഴുതിയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. എന്തിനാണ് അത് ഹൃദയത്തിൽ എഴുതിയത്? ഹൗ ഇറ്റ് വാസ് ബിഫോർ. ദൈവം എങ്ങനെയാണ് കൽപ്പനകൾ കൊടുത്തത്? 2 കൽപ്പലകകളിലായിട്ടാണ് ആദ്യം എന്ത് ചെയ്തത്? കൽപ്പനകൾ കൊടുത്തത്. ആദ്യത്തെ കൽപ്പന, ആദ്യത്തെ കല്ലുകൾ ആരാ കൊടുത്തത്? ദൈവം തന്നെയാണ് ആദ്യത്തെ കല്ലുകൾ കൊടുത്തതും അതിൽ എഴുതിയതും. സംശയമുള്ളവർക്കായിട്ട് ഒരു വാക്യം വായിക്കാം. വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 32:16. പലക ദൈവത്തിന്റെ പണിയും, പലക ദൈവത്തിന്റെ പണിയും, പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമായിരുന്നു. ദൈവം പണിത പലകയും ദൈവത്തിന്റെ എഴുത്തുമായിട്ട് മോശയ്ക്ക് കൊടുത്തതാണ്. എന്നാൽ നമുക്കറിയാം ചരിത്രം. താഴെ ഇറങ്ങി വരുമ്പോൾ അവിടെ കാളക്കുട്ടിയാ പൊങ്ങിയിരിക്കുന്നത്.
അത് കണ്ട് മോശ എന്ത് ചെയ്തു? സങ്കടത്തോടെയും ദേഷ്യത്തോടെയും എറിഞ്ഞ് പൊട്ടിച്ചു. എന്താ പൊട്ടിച്ച്? ദൈവം കൊടുത്ത കൽപ്പലകകളും ദൈവം എഴുതിയ എഴുത്തും നശിപ്പിച്ചു. ആമേൻ. അതിൽ പിന്നീട് സഹതാപം സങ്കടമൊക്കെ തോന്നിയിട്ടാ പിന്നെ എന്ത് ചെയ്തു? രണ്ടാമത് ഒന്നുകൂടെ എഴുതി കൊടുത്തു. പക്ഷേ അവിടെ ഒരു വ്യത്യാസം വന്നു. എന്താണെന്നറിയാമോ? മോശയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഇപ്രാവശ്യം നീ തന്നെ പലക ഉണ്ടാക്കിക്കോ. നമുക്ക് വായിക്കാം. വായിച്ചേ 30. സ്തോത്രം. ഞാനത് നോട്ട് ചെയ്തില്ലേ? ഐ തിങ്ക് ഞാനത് എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. വാക്യമുണ്ട്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: നീ ഒരു ഇതെടുക്കുക, അതായത് നീ തന്നെ പലക ഉണ്ടാക്കുക, ഞാൻ അതിൽ എഴുതി തരും. ഈ 24 അല്ലേ? What is that? 34 verse 1. Yeah, 34 verse 1. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മുമ്പിലത്തെ തവണ പോലെ 2 കൽപ്പലക ചെത്തിക്കൊള്ളുക. അപ്പൊ അതുപോലെ നീ കണ്ടതാണ്, നീ പിടിച്ച് കുറച്ചു നേരം നടന്നതല്ലേ, അതുപോലെ 2 കൽപ്പനകൾ നീ ഉണ്ടാക്കിക്കോ. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. ആ വചനങ്ങൾ അത് തന്നെയായിട്ട് ഞാൻ നിനക്ക് തരാം. എന്നാൽ എന്ത് ചെയ്യണം? നീ പലക ഉണ്ടാക്കണം. ഓക്കെ, അത് കഴിഞ്ഞു. അത് വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അതിനുശേഷം എന്തുണ്ടായി? ഈ പലക എവിടെ പോയി? ഇത് ശലോമോൻ ആലയം പണിത സമയത്ത് അവിടെ പെട്ടകത്തിൽ ബാക്കിയുണ്ടായിരുന്ന ഒന്നും കാണുന്നില്ല. പക്ഷേ ഈ പലക അവിടെ ഉണ്ടായിരുന്നു. 1 രാജാക്കന്മാർ വായിച്ചാട്ടെ. 1 രാജാക്കന്മാർ 8:9. 1 Kings chapter 8 verse 9. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോരേബിൽ വെച്ച് അതിൽ വെച്ചുണ്ടായിരുന്ന 2 കൽപ്പലയല്ലാതെ പെട്ടകത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ആ പെട്ടകത്തിൽ അന്ന് എന്തുണ്ടായിരുന്നു? ആ ആർക്കിൽ 2 കൽപ്പലകൾ ഉണ്ടായിരുന്നു. ഈ കൊടുത്ത കൽപ്പലകൾ ആരൊക്കെയാണ്? മോശ ഉണ്ടാക്കിയിട്ട് ദൈവം എഴുതി കൊടുത്ത കൽപ്പലകൾ. ഓക്കെ, എന്നാൽ അവിടെ ചെന്നു. പിന്നീട് എന്തുണ്ടായെന്നറിയാമോ? ആ യെരുശലേം നശിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അത് ഡിസ്ട്രോയിഡ്, വാട്ട് ഹാപ്പൻ? ഇത് എവിടെ പോയി എന്ന് ആർക്കും അറിയത്തില്ല. അത് നഷ്ടപ്പെട്ടു പോയി. ദൈവം എഴുതി കൊടുത്തതാണ്. അത് മനുഷ്യൻ്റെ ബലഹീനതയെ കാണിക്കുന്നു. അത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല അവനെ. ഹല്ലേലൂയ. അത് സൂക്ഷിക്കുവാൻ അവന് പറ്റിയില്ല. അതൊരു രാജ്യത്തിന് വേണ്ടി കൊടുത്തതാ. അത് അല്ലേ, ലോ കൊടുക്കുമ്പോൾ ഒരു രാജ്യത്തിന് വേണ്ടി കൊടുത്തതാ. ഇനി ഈ രക്തമെടുത്ത് കട്ടളയിൽ തളിച്ചപ്പോൾ അത് ആർക്ക് വേണ്ടിയായിരുന്നു? ആ ഓരോ കുടുംബത്തിന് വേണ്ടിയായിരുന്നു. ഫോർ 1 ഫാമിലി അല്ലേ? ഈച്ച് വൺ ഹാവ് ടു കിൽ 1 ആനിമൽ. അപ്പോൾ അത് ദൈവം ഇതൊക്കെ പഴയത് കൊടുത്തത് ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു നേഷന് വേണ്ടി, അതുപോലെ തന്നെ ഓരോ കുടുംബത്തിന് വേണ്ടിയൊക്കെയാണ്. എന്നാൽ ഇവിടെ ഞാൻ ഈ പുതിയ നിയമം, the new covenant, when I write in my blood, I will write not on the tablets anymore. നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ അത് എഴുതും. എന്തിനാ ഹൃദയത്തിൽ എഴുതുന്നത്? ഹല്ലേലൂയ. നോട്ട് ലൈക്ക് ദ നേഷൻ ഓഫ് ഇസ്രായേൽ. യു കനോട്ട് ബി, എന്താ പറയുക, ഒരു അതിന് വേണ്ടതായ സൂക്ഷിച്ച് നടത്താൻ പറ്റാത്ത രീതിയിലാകാൻ പറ്റത്തില്ല. ഇൻഡിവിജ്വലി യു ആർ റെസ്പോൺസിബിൾ. ഇൻഡിവിജ്വലി. അപ്പൻ നടന്നു എന്ന് പറഞ്ഞ് മകൻ നടക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് റിട്ടൺ ഇൻഡിവിജ്വലി ഇൻ യുവർ ഹാർട്ട്. ഓ, അപ്പൻ മറന്നുപോയത് കൊണ്ട് അത് ഇനി എൻ്റെ കയ്യിൽ ഇല്ല എന്ന് യു കനോട്ട് സേ. ഈ ഉടമ്പടി യേശുവിൻ്റെ രക്തത്തിൽ എഴുതിയതാ, പുതിയ ഉടമ്പടിയാ. ഇറ്റ് ഹാസ് ടു ബി കെപ്റ്റ് സച്ച് എ വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ വേ. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് റെസ്പോൺസിബിൾ. ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ, യു ഓൾ ആർ ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറഞ്ഞു, താല്പര്യമുള്ളവൻ ഓരോരുത്തൻ, ഹല്ലേലൂയ, ഈ നിയമം ഏറ്റെടുക്കുന്നവൻ. ഈ രക്തം തെളിക്കപ്പെട്ടത് ഒരു കുടുംബമായിട്ടൊരു രക്തത്തളി അല്ല കേട്ടോ. അപ്പനും അമ്മയും ഒക്കെ നന്നായി പോകുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാനും കൂട്ടത്തിൽ കൂടെ അങ്ങോട്ട് പോവും എന്നാരും ചിന്തിക്കേണ്ട. ഇത് ഹൃദയത്തിലാണ് എഴുതിയിരിക്കുന്നത്, ഈ പുതിയ നിയമം. ആമേൻ, ഹല്ലേലൂയ. എങ്ങനെയാണ് ഹൃദയത്തിലേക്ക് വന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് took it inwardly.
നമ്മുടെ ഹൃദയത്തിലേക്ക് അതിനെ എടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ബൈ ദ ഹോളി സ്പിരിറ്റ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ അവർ ഹാർട്ട്സ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന പുതിയൊരു നിയമം, ന്യൂ കോവനന്റ്, when I do no more the tablets, അല്ലേ? No more, I don't want that anymore. ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി കൊണ്ടുവന്നു, അത് ഉടച്ചു കളഞ്ഞു. നീ തന്നെ ഒരെണ്ണം ഉണ്ടാക്കി, ഞാനത് എഴുതി, അതും വേണ്ട. When I give one more time, I will give a new instruction, new law that no need to be in the tablets. Tablets എങ്ങനെയാ? ഒന്നുകൂടെ വായിച്ചേ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അപ്പൊ ആ നിയമം ചെയ്തപ്പോഴും ഞാൻ അവരുടെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്നതാ, മനസ്സിലാക്കണം കേട്ടോ. ഞാൻ അവരെ കൂടെ നടത്തിയതാ. എന്നാൽ അതുപോലെയല്ല, അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു നിയമമാ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ആമേൻ. ചിലർ ഈ സത്യം അറിഞ്ഞവർ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് അവർ, എനിക്ക് എന്നെ അറിയത്തില്ല. അല്ലേ? ഇത്രയും നല്ല സത്യം മനസ്സിലാക്കിയിട്ട് വീണ്ടും പാരമ്പര്യം വചനത്തേക്കാൾ നല്ലതെന്ന് പറയുന്നവരുടെ കൂട്ടത്തിലേക്ക് പോകുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. നാളിൽ ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു. അവിടെയും ഭർത്താവ് ഭാര്യ എന്ന ബന്ധത്തിലായിരുന്നിട്ടും എന്ത് ചെയ്തു? അവരതിനെ ലംഘിച്ചു എന്ന് എവിടെ അരുളപ്പെടും? അടുത്ത വാക്യം. എന്നാൽ ഈ കാലം കഴിഞ്ഞ്. അപ്പോൾ അന്ന് നല്ല ബന്ധത്തിലായിരുന്നു, ബട്ട് സ്റ്റിൽ ദേ കുഡ് നോട്ട് കീപ്പ് ഇറ്റ്. അതുകൊണ്ട് പറയുകയാണ്, അടുത്ത പ്രാവശ്യം ചെയ്യുന്നത് ഈ മിസ്റ്റേക്കുകളൊക്കെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു നിയമമാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. മനസ്സിലായോ? കുറെ കാലം കഴിഞ്ഞ് നൗ ദ കോവനന്റ് വിച്ച് ഐ ആം ഗോയിങ് ടു മേക്ക്, അതെങ്ങനെയാ? അത് ഇതുപോലെ അവരെ നശിപ്പിച്ച് കളയാനുള്ളതല്ല, ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഞാൻ അത് എഴുതും. വായിച്ചാട്ടെ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന്. ആമേൻ. അതുകൊണ്ടാ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ്, ഈ ദേഹം ഇങ്ങനെ ക്ഷയിച്ചു പോയാലും കുഴപ്പമില്ല, അല്ലെ? യെരുശലേം ടെമ്പിൾ നശിപ്പിച്ചപ്പോൾ പിന്നെ എവിടെ പോയി ആ കൽപ്പനകളെന്ന് അറിയത്തില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഈ ശരീരം നശിച്ചു പോയാലും ഇതിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾക്കൊന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. അത് നിത്യത വരെ നിൽക്കുന്നതാണെന്ന്. ആമേൻ. അത് വേറെ എവിടെ എഴുതിയിട്ടും കാര്യമില്ല, വീടിൻ്റെ വാതിൽക്കൽ എഴുതിയിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ നല്ല പോകുന്നിടത്ത് മുഴുവൻ കീശയിലിട്ട് കൊണ്ടു നടന്നിട്ടും കാര്യമില്ല. പിന്നെ എന്തു വേണം? ഹൃദയത്തിൽ തന്നെ എഴുതണം. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ കീശയ്ക്ക് വലിച്ചു പോക്കറ്റ് അടിച്ചു പോയാലും ഹല്ലേലൂയ ദൈവവചനം മാറത്തില്ല. എന്തുണ്ട്? അത് നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കാണത്തില്ല, ഉടഞ്ഞുപോയി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു നിയമമല്ല. യേശു പറയുന്നു, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാണ്. ആമേൻ. We are responsible, individually responsible, and we cannot say persecution, we cannot say problem, famine, അല്ലെങ്കിൽ all this or celebration. No, this is to be written in our heart individually. Amen. നമ്മുടെ ഈ നിയമം യേശു ഇനി റിസ്ക് എടുക്കാൻ തയ്യാറല്ല. Amen. അതുകൊണ്ട് it's so good for us, but we need to be responsible. ആമേൻ. പറയുന്നു, ഞാൻ എന്ത് ചെയ്യും? ഞാനത് ഹൃദയത്തിൽ എഴുതും. ഇനിയുള്ള പോലെയല്ല, ഞാനത് ഹൃദയത്തിൽ എഴുതും. ആമേൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ന്യൂ കോവനന്റ് ഇൻ ജീസസ് ബ്ലഡ്. എന്നിട്ട് യേശു പറയുകയാണ്, എന്ത് ചെയ്യണം? ഫോർ ദ റിമെമ്പറൻസ് ഓഫ് മീ, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഹല്ലേലൂയ. സാധാരണ ഒരു നിയമം, ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത്
ഓർമ്മയ്ക്ക്, എപ്പോഴും ഓർമ്മ വെച്ച് നിൽക്കാനുള്ളതാണ്. ഓർമ്മ, നമ്മൾ സമയം ഓർക്കുന്ന സമയം, അത് ഞാൻ പറഞ്ഞത്, നമ്മൾ ഹോളി കമ്മ്യൂണിയൻ മാസത്തിൽ ഒരു പ്രാവശ്യമുണ്ട്, അപ്പോൾ അന്ന് പറയുമ്പോൾ ഇന്ന് ഹോളി കമ്മ്യൂണിയൻ, അന്നേരം ഓർക്കേണ്ട ഒരു നിയമമല്ല ഈ നിയമം എന്ന് പറയുന്നത്. ഇതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമെന്ന് പറയുന്നത് അനാംനെസിസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിന്? റിമംബറൻസ്. യേശു പറഞ്ഞ റിമംബറൻസ് എന്ന പദത്തിന് അവിടെ ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നത് അനാംനെസിസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: ഇതൊരു പഴയ നടന്ന കാര്യമാണെങ്കിൽ തന്നെയും ഒരു ലിവിങ് പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. വെറും ഒരു ഓർമ്മ മാത്രം ഉണ്ടായാൽ പോരാ. ഹല്ലേലൂയ. ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇത് അന്ന് നടന്ന കാര്യമാണെങ്കിലും ഇന്ന് അതിൻ്റെ അതേ സത്തയിൽ തന്നെ, അതേ തീഷ്ണതയിൽ തന്നെ ഇന്ന് അത് കൊണ്ടു നടക്കേണ്ട ഒന്നാണ് ഈ പുതിയ നിയമം. അത് എൻ്റെ രക്തത്തിലുള്ളതായതാൽ. സോ റിമെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ എന്തോ ചെയ്യണം? പ്രവേശിക്കണം. ഇത് അതുകൊണ്ടാണ് നമ്മളിത് കൂടെ കൂടെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനമല്ല, ഫസ്റ്റ് ചർച്ച്, അവരെ കൂടി വരുമ്പോൾ ഇതൊക്കെ ചെയ്യും, അടിക്കടി ചെയ്യും. എന്താണത്? ഹല്ലേലൂയ. എപ്പോഴും ഓർക്കുവാനായിട്ട്. ഓർക്കുക എന്ന് പറഞ്ഞാൽ ഇത് മറന്നുപോകും. അത് അത്രയും അതിലെ പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അവർ കൂടെ കൂടെ അത് ചെയ്യുമായിരുന്നു. നമുക്ക് ഒരു മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്നുള്ളൂ എന്ന് കരുതി ബാക്കി 30, 29, 28 ദിവസങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും പോയിട്ട് പിന്നെ അവസാനം വന്ന് നന്നായി കുളിച്ച് വന്നിട്ട് ഇത് എടുക്കുന്ന ഒരു കാര്യമല്ല ഈ ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ, എന്താ പറയുക, എൻ്റെ ഓർമ്മയ്ക്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അന്നത്തെ അതേ ശക്തി ഇന്നും ഉണ്ട്. അന്ന് ശിഷ്യന്മാർക്ക് ലഭിച്ച ശക്തി, ആദ്യ നൂറ്റാണ്ടിൽ ലഭിച്ച അതേ പദവി, അതേ സ്റ്റാറ്റസ് ഇന്ന് നമ്മളിത് ഓർത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മേൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റിമെമ്പറൻസ് ഓഫ് മീ, അതിൻ്റെ അതേ പവറിൽ തന്നെ, അന്നത്തെ അതേ ശക്തിയോടെ തന്നെ ഇന്നും നടക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നു റിമെമ്പറൻസ് ഓഫ് മീ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. റിമെമ്പറൻസ് ഓഫ്, ഓർക്കണം, മാത്രമല്ല മീ, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ചെയ്ത യാഗം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നത്, നിങ്ങളത് മനസ്സിലാക്കേണ്ടത് റിമെമ്പറൻസ് ഓഫ് മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 മീ ഉണ്ട്. ഒരു മീ ഞാനാണ്. ഈ മീ മാറിയിട്ട് യേശു എന്ന മീയിലോട്ട് ഞാൻ മാറേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. We need to shift from me to Christ. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് പറ്റത്തുള്ളൂ? ഈ ഉടമ്പടിയിൽ ചേരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇരുട്ടിൻ്റെ രാജ്യത്ത് നിന്ന് മാറ്റിയിട്ട് ഓമന പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ ആക്കി വെച്ചത്. ഞാനെന്ന് പറയുന്ന വ്യക്തി മാറിയിട്ട് ക്രൈസ്റ്റ് എന്ന പദവിയിലേക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിലേക്ക് ഞാൻ വന്നെങ്കിൽ മാത്രമേ ഈ രക്തത്തിൽ എഴുതിയ പുതിയ നിയമത്തിൻ്റെ അതിൻ്റെ ഏറ്റവും മഹത്വമായ എന്താ പറയുക, അതിൻ്റെ ഉള്ളിനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യൂ. നമ്മളെപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു കാര്യം. അടുത്ത വാക്യം പറയുന്നത് 1 കൊരിന്ത്യർ 11:26 വായിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. പ്രൊക്ലെയിം, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ മരണത്തെ പ്രൊക്ലെയിം ചെയ്യുന്നു. യേശു പറയുകയാണ്, ഈ നിയമം, ഈ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ രക്തത്തിൽ എഴുതിയ പുതിയ നിയമം. പക്ഷേ എന്ന് കരുതി സങ്കടപ്പെടാനോ നിരാശപ്പെടാനോ ഉള്ളതല്ല. ബട്ട് ദിസ് ഹാസ് ടു ബി പ്രൊക്ലെയിംഡ്. അതിനെ രക്തത്തിൽ, അതുകൊണ്ട് എന്ത് വേണമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ കർത്താവ് വരുമ്പോൾ അവൻ്റെ മരണത്തെ പ്രസ്താവിക്കേണ്ടതാണ്. ആമേൻ. പലപ്പോഴും അല്ലേ, റോമ പടയാളികൾ അല്ലെങ്കിൽ അന്നത്തെ അധികാരികൾ ചിന്തിച്ചു ഇതൊരു ഡിഫീറ്റ് ആണെന്ന്, ഒരു തോൽവിയാണെന്ന്. പക്ഷേ അല്ല, വാസ്തവത്തിൽ ദാറ്റ് വാസ് എ വിക്ടറി. അതൊരു വിജയമായിരുന്നു. തോറ്റതാരാണ്? ദ സേറ്റൻ വാസ് ഡിഫീറ്റഡ്. അവൻ്റെ തല തകർത്തു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ സേത്തൻ ഡിഫീറ്റഡായി, മാത്രമല്ല പാപത്തെ ജഡ്ജ് ചെയ്തു,  പാപത്തെ വിധിച്ചു.
അതുപോലെ തന്നെ എന്ത് ചെയ്തു? മരണത്തെ തോൽപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് എപ്പോഴും ഓർക്കണം എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെപ്പോഴും അത് ഓർക്കണം. ഹല്ലേലൂയ. ദ റിമെമ്പറൻസ് ഓഫ് മീ, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ. ഇത് അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു, അതിനെ മരണത്തെ പ്രൊക്ലെയിം ചെയ്യുന്നത് കൊണ്ട്. മരണത്തെ പ്രൊക്ലെയിം ചെയ്യുക എന്ന് പറയുമ്പോൾ സാത്താൻ്റെ തോൽവിയെ, പാപത്തെ വിധിച്ചതിനെ, അതുപോലെ തന്നെ മരണത്തെ കീഴടക്കിയതിനെ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിനെ നമ്മൾ പറയുന്നത് ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ് എന്നാണ്. 1 കൊരിന്ത്യർ 10:16 പറഞ്ഞിരിക്കുന്നത്. വായിച്ചാട്ടെ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ്. ഇതൊരു അനുഗ്രഹത്തിൻ്റെതാണ്. അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രമാണ്. അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? പുതിയ നിയമം രക്തത്തിൽ എഴുതിയ അതിൻ്റെ ഒരു കൂട്ടായ്മ, ഫെലോഷിപ്പ്. അതുകൊണ്ടാണ് ഇതൊരു കോവണന്റ്, ഒരു ഉടമ്പടി. എൻ്റെയും നിങ്ങളുടെയും ജീവിതം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. എൻ്റെയും നിങ്ങളുടെയും ജീവിതം, ഹല്ലേലൂയ, ഇതിൻ്റെ പ്രാഗൽഭ്യത്തോടുകൂടെ, യേശു നമുക്ക് വേണ്ടി നേടിത്തന്ന വിജയത്തിൻ്റെ പ്രാഗൽഭ്യത്തോടുകൂടെ കൊണ്ടു നടക്കേണ്ടതാണെന്ന്, ഹല്ലേലൂയ, ദൈവം നമ്മെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തു അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അത് അവനുമായിട്ടുള്ള ആഴമേറിയ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനുള്ള കൂട്ടായ്മ, ദ ഫെലോഷിപ്പ് വിത്ത് ഹിം. അവനോടുള്ള അവൻ്റെ ടോട്ടൽ ബിലോങ്ങിങ് ആണ് പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മുടെ മനസ്സിൽ നിൽക്കേണ്ടത് ഇതാണ്. കട്ടളമേൽ തളിച്ചപ്പോൾ ഇത് സ്വന്തം ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് കടന്നുപോയ ആപത്ത് ഇവിടെ ഇതാ നമ്മൾ അവനുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലാണ്, അവനോട് ചേർന്ന് നിൽക്കുകയാണ്, അവനുമായിട്ടുള്ള അവനിലുള്ള ജീവനാണ്. അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അവൻ ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ മഹത്വം, അല്ലെങ്കിൽ അവൻ ഒരുക്കിയിരിക്കുന്ന നന്മ, ബ്ലെസ്സിങ്സ് എന്താണെന്ന്. ഇതൊരു ബ്ലെസ്സിങ്ങിൻ്റെ കൂട്ടായ്മയാണ്. ആമേൻ. നമുക്ക് വി ആർ സോ ബ്ലെസ്സഡ് ബിക്കോസ് വി ക്യാൻ പാർട്ടേക്ക് ഇൻ ദ കമ്മ്യൂണിയൻ. നമുക്ക് ഇതിൽ അംഗമാകാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. നമ്മളൊരു വലിയ ഡിന്നറൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഷർട്ടും നല്ല ടൈയൊക്കെ കെട്ടി പോവും. ആമേൻ. എന്നാലേ ഇതിനേക്കാൾ വലിയ ഒരു കൂട്ടായ്മ വേറെ ഇല്ല. ഇതൊരു ബ്ലെസ്സിങ് ആണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ അവൻ്റെ കൂടെയാണെന്ന് അത് വിളിച്ചു പറയുന്നു. മാത്രമല്ല ഇത് എന്ത് പറയുന്നു? അവനുമായുള്ള ആഴമേറിയ ബന്ധത്തിലാണെന്ന് പറയുന്നു. എ കോവണന്റ് വിത്ത് ഹിം. അതുമാത്രമല്ല ഇത് വിളിച്ചു പറയുന്നത് ഞാൻ മരണത്തിൽ നിന്ന് വിട്ട് ജീവനിലായിരിക്കുന്നു എന്ന് ഇത് വിളിച്ചു പറയുന്നു. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വളരെ ഒരു തന്നെത്താൻ ശോധന ചെയ്തിട്ട് വളരെയധികം നമ്മെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്ത്, എൻ്റെ ജീവിതം ഈ പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണോ ഞാൻ ജീവിക്കുന്നത്? പഴയ എന്താ പറയുക, പുളിച്ച മാവൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈ രക്തത്തെ തളിച്ചതിൻ്റെ മഹത്വം ഞാൻ മനസ്സിലാക്കിയിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? അവനുമായുള്ള ആഴമേറിയ ബന്ധത്തിലാണോ ഞാൻ ആയിരിക്കുന്നത്? കോവണന്റ് റിലേഷൻഷിപ്പ് എനിക്ക് ദൈവമായിട്ടുണ്ടോ? അതോ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ വരുന്നത് മാത്രമേ ഉള്ളൂ? ഞാനും നിങ്ങളും നല്ലതുപോലെ ഒരുപോലെ നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് കർത്തൃമേശയിലേക്ക് കടക്കാം. ഹല്ലേലൂയ. പറയുന്നത് ഇങ്ങനെ, എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഈ യാഗത്താൽ, ഈ പുതിയ നിയമം, ഈ ന്യൂ കോവണന്റ്, ഹല്ലേലൂയ, രക്തത്തിൽ എഴുതിയതുകൊണ്ട് എന്നും ഓർക്കേണ്ടുന്ന ഒരു നിയമം, ഒരു കോവണൻ്റാക്കി, ഒരു ഉടമ്പടിയാക്കി അത് വെച്ചതുകൊണ്ട് ഇവിടെ പറയുന്നു, ആ ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു.
നമ്മൾ അവനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഓഫറിങ് പെർഫെക്റ്റഡ് അല്ലേ, ഹി ഹാസ് പെർഫെക്റ്റഡ് എവ്രി വൺ എവർ ദാറ്റ് ആർ സാങ്ക്ടിഫൈഡ്. അവനിൽ ശുദ്ധീകരണം പ്രാപിച്ച എല്ലാവരെയും അവൻ എന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്? മെയ്ഡ് അസ് പെർഫെക്റ്റ്. ഹല്ലേലൂയ. പക്ഷേ ആ പെർഫെക്ഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം അവനോടുകൂടെ അത്രമാത്രം ചേർന്ന ഉടമ്പടി എഗ്രിമെൻറ്റിൽ ദൈവം മാറത്തില്ല. എന്നാൽ നാമും മാറാതെ അവൻ്റെ ഒപ്പം നിൽക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ ജീവിതം, അത് ഞാൻ ജോലിയിലായാലും, ഞാൻ ഏതെല്ലാം മേഖലകളിലായിരുന്നാലും, ശുശ്രൂഷയിലായിരുന്നാലും, വലിയ വ്യക്തിയോ ചെറിയ വ്യക്തിയോ എന്നില്ല, യേശുവുമായുള്ള ഉടമ്പടി അത് ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട്, ആമേൻ, ആർക്കും അത് അറിയാവുന്നത് കൊണ്ട്, ആർക്കും അത് ഹല്ലേലൂയ മായ്ക്കാനോ മറക്കാനോ പറ്റാത്തതായതുകൊണ്ട്, ഉടച്ചു കളയാൻ പറ്റാത്തത്, മോഷ്ടിക്കുവാൻ പറ്റാത്തതായതുകൊണ്ട്, നമുക്ക് ഓരോ വ്യക്തിക്കും പ്രാഗൽഭ്യത്തോടെ ആ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കാം. ആരും ഇല്ലെങ്കിലും ഞാൻ അതുമായി ചേർന്ന് നിൽക്കുമെന്നുള്ള ഒരു തീരുമാനം, ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഈ പുതിയ നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ അതിനെ പറയാം, ഗോഡ് ഗിവിങ് ഹിംസെൽഫ് ടു അസ് ഇൻ ഗ്രേസ്. അവൻ്റെ കൃപയിൽ അവന് ഈ ഉടമ്പടിയുടെ പ്രത്യേകത, അവൻ എന്ത് ചെയ്യുന്നു? അവനെ തന്നെ ഗ്രേസ്, നമ്മളെ മിടുക്കുകൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, അല്ലേ, നമ്മൾ അൺമെറിറ്റഡ് ഫേവർ, അത് നമുക്ക് അവൻ തന്നു. ഈ ഉടമ്പടിയുടെ സാരമാണ് ഞാൻ ഈ പറയുന്നത്. അൺമെറിറ്റഡ് ഫേവർ അവൻ നമുക്ക് തന്നു. എന്നിട്ട് എന്ത് പറയുന്നു? നമ്മെ അവൻ്റെ സ്നേഹത്തിലോട്ട് അവൻ കൊണ്ടുവരികയാണ്. അല്ലെ, അവൻ പറഞ്ഞിരിക്കുന്നു, പുതിയ നിയമം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, നെയ്ബറെ സ്നേഹിക്കുക. അവനെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അവൻ്റെ പേരിൽ ചിലത് ചെയ്തു കൂട്ടുന്നതല്ല, അവൻ്റെ നാമത്തിൽ ചിലപ്പോഴൊക്കെ കൂടി വരുന്നതല്ല, അവനെ സ്നേഹിക്കുന്ന ഒരു ബന്ധത്തിൽ. കാരണം അവൻ ഉടമ്പടിയുടെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് അൺമെറിറ്റഡ് ഫേവറാണ് നമ്മുടെ മേലെ. അത് നിൽക്കുമ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യേണ്ടത്, ഇതൊരു കോവണൻ്റ് ആയതുകൊണ്ട് നിർമ്മലതയോടും വിശുദ്ധിയോടും സത്യത്തോടും അതുപോലെ തന്നെ അവനോടുള്ള ആഴമേറിയ സ്നേഹം, ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ഉള്ള ഒരു സ്നേഹം മതി. അതാ ഉടമ്പടി. എന്നിട്ട് പറയുന്നു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കണം. ആമേൻ. ഹല്ലേലൂയ. ദ ഗ്രേസ് വി റിസീവ്ഡ്, ഇത് എന്ത് ചെയ്യണം? We have to return the love for God, love for man. നമുക്കത് വേണം. ആ സ്നേഹത്തിലായിരിക്കണം. നമ്മെ സ്നേഹിക്കുന്ന കുട്ടികൾക്കോ പേരൻസിനോടോ ഒക്കെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണ്. എപ്പോഴും അവരെക്കുറിച്ചുള്ള ചിന്തകൾ, അല്ലേ, സ്നേഹം. യേശുവിനോടുള്ള ചിന്ത ഹോളി കമ്മ്യൂണിയൻ സമയത്ത് മാത്രമല്ല, ഏത് സമയത്തും നമുക്കുണ്ടായിരിക്കട്ടെ. സ്തോത്രം. നമുക്ക് ഒരു പാട്ട് പാടാം. സ്തോത്രം. ഈ സമയം നമുക്ക് കർത്തൃമേശയിലേക്ക് കടന്നു വരാൻ കർത്താവ് സഹായിക്കട്ടെ. ജഡ്സൺ ബ്രദർ, യു മേ ഹെൽപ്പ് മീ ടു റീഡ് ദ ബൈബിൾ വേഴ്സ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ, ഹല്ലേലൂയ, 11-ാം അധ്യായം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. എല്ലാവർക്കും തങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കേട്ട ആ ഉടമ്പടി നമ്മളിത് എടുക്കുമ്പോൾ ഇന്ന് ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു കൂട്ടായ്മ, ഒരു സെലിബ്രേഷനായി മാറട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഇതിൽ ഇതുവരെയും പങ്കെടുത്തതുപോലെയല്ല ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ആ രക്തത്തിലുള്ള പുതിയ നിയമം അത് എന്നും ഞാൻ ഓർക്കേണ്ടത് എങ്ങനെയാണ് ഞാനതിൽ ജീവിക്കേണ്ടത്. നമ്മൾ തന്നെ താഴ്ത്തി ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, ഇതിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഇതിൻ്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. ആമേൻ. ജീവിതത്തിൽ നിരാശയുണ്ടോ, പ്രയാസമുണ്ടോ, ഈ ലോകത്തിൻ്റെതായ ഹല്ലേലൂയ ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഒരുപാട് നമ്മുടെ മേലുണ്ടാകാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, യേശുവുമായുള്ള ഈ ഉടമ്പടിയിൽ ഞാനും നിങ്ങളും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ആ ഇരു കൂട്ടരും ഒരുപോലെ അതിന് നിൽക്കുമ്പോൾ, നമ്മുടെ ഗ്രേസ് അവൻ നമുക്ക് തരുമ്പോൾ, നമ്മുടെ സ്നേഹം അവന് കൊടുക്കുകയാണെങ്കിൽ, അല്ലെ, നമ്മൾ പാട്ടുപാടും, നിന്റെ സ്നേഹം മാത്രമേ നിനക്കുള്ളൂ, അവനത് മതി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കണ്ടാലോ അറിയുകില്ല, ആമേൻ. ഹല്ലേലൂയ.
ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. ആ ഉടമ്പടിയുടെ മഹത്വം നാം ഒന്ന് ചിന്തിച്ചാട്ടെ. കണ്ടാലോ ഓ, അവനൊന്നും മുഖശോഭയില്ല. ചെയ്തിട്ടല്ല, ഒരു കുറ്റവും ചെയ്തിട്ടല്ല. ചോരയാൽ യേശുവേ, നിറഞ്ഞൊഴുകിയിടുന്നു. നന്ദി അപ്പാ. കണ്ടാലോ ഈ ഉടമ്പടിക്ക് നീ ഇത്രത്തോളം വില കൊടുത്തെങ്കിൽ ഞാൻ എത്രത്തോളം വില കൊടുക്കണം അപ്പാ. എന്റെ സമയം, എന്റെ ആരോഗ്യം അപ്പാ, എന്റെ ധനം അപ്പാ, അങ്ങ് തന്ന ഉടമ്പടിക്ക് ഞാൻ എങ്ങനെ മറുപടി പറയും? ഞാൻ എങ്ങനെ മറുപടി നൽകും? ചോരയാൽ നിറഞ്ഞൊഴുകി. എല്ലാവരും അല്പം എഴുന്നേറ്റ് നിന്നാട്ടെ. മകളേ, നീ മാന്യനായിടുവാൻ. ഓ, ധ്യാനിച്ചാട്ട്. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ശരീരത്തെ, ഓ, വേദനിക്കുന്ന ആ യേശുവിനെ ഒന്ന് കണ്ടാട്ടെ. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അവൻ പിടയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? അവന് വേണ്ടി ആ ഉടമ്പടിയോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ ഈ സാധാരണ ജീവിതം മതിയോ? ഹല്ലേലൂയ. നമ്മളെ വൺസിന്റെ വഴിയിൽ ഓർക്കുന്നത് മതിയോ? സൺഡേ ആരാധന മാത്രം മതിയോ? ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയുടെ ആയിരിക്കുന്ന ഈ സമയം ജശംബർ വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 21, 23 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 11, 23 മുതലുള്ള വാക്യം. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നെ കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകർ നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ആകയാൽ മതി. നമ്മൾ വായിച്ചു കേട്ടതുപോലെ നമ്മൾ യോഗ്യതയോടെ വേണം. ഇതൊരു ഉടമ്പടിയാ, ഇതൊരു ഉഭയസമ്മതമാ. അവൻ വില കൊടുത്തതാ. കാൽവരിൽ അവൻ പിടയുന്നത് നമ്മൾ ധ്യാനിച്ചതാ. അത്രയും വില കൊടുത്തിട്ടാണ് ഈ ഉടമ്പടി നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായിരുന്ന പൗലോസ് പറയുന്നത്, നിങ്ങൾ നല്ലപോലെ ശോധന ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിൽ നിന്ന് കഴിക്കുവാനായിട്ട്. അയോഗ്യമായിട്ട് കഴിക്കാനുള്ള സാധ്യതകളായി ഏറെ നിൽക്കുന്നത്. നമ്മുടെ ലോകം നമ്മെ പുറകോട്ട് വലിക്കുന്നതാ. നമ്മുടെ ജഡം നമ്മെ പുറകോട്ട് വലിക്കുന്നതാ. നമ്മെ ടെംപ്റ്റ് ചെയ്യാൻ ടെംപ്റ്റർ എപ്പോഴും ഉള്ളതാ. എന്നാൽ യോഗ്യതയോടെ ഇതിൽ പങ്കെടുക്കുവാൻ, ആ ഉടമ്പടിയുടെ വില മനസ്സിലാക്കിയിട്ട്, ഒരു ഭാഗത്ത് ദൈവം ചെയ്തത് എന്തെന്ന് മനസ്സിലാക്കിയിട്ട്, ഹല്ലേലൂയ, നമ്മെ തന്നെ ഒന്ന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ശോധന ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളുടെ കുറവുകൾ കണക്കിടല്ലേ എന്ന് പറഞ്ഞാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കും ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അപ്പാ, ഞങ്ങളെ കേൾപ്പിച്ച് നല്ല വചനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ആ ഉഭയ സമ്മത
ഉടമ്പടിയുടെ വില മനസ്സിലാക്കി, അപ്പാ ഏഴകൾക്ക് വേണ്ടി നീ ചെയ്ത വലിയ ത്യാഗത്തെ മനസ്സിലാക്കി, അതിൻ്റെ വില അറിഞ്ഞ് അങ്ങേ പിൻപറ്റുവാൻ അപ്പാ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങേ പിൻപറ്റുവാൻ ഞങ്ങളുടെ ബുദ്ധിക്കൊത്തവണ്ണമല്ലപ്പാ, ഞങ്ങളുടെ കർത്താവ് ഹാലിൽ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണമല്ലപ്പാ, എൻ്റെ യേശുവിനൊത്തവണ്ണം, അവൻ കൊടുത്ത വിലയ്ക്കൊത്തവണ്ണം ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ കർത്താവേ, പരിശുദ്ധാത്മാവേ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങയുടെ കർത്താവ് ശരീരത്തെയും രക്തത്തെയും വിളിച്ചു കാണിക്കുന്ന ഈ അപ്പവീഞ്ഞുകൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരികയാണ്. അപ്പാ, ഞങ്ങളെ നീ യോഗ്യരാക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി അപ്പാ, ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി അപ്പാ. ആ ഉടമ്പടിയില് അപ്പാ, യു ആർ ഗോയിങ് ടു മേക്ക് us പെർഫെക്റ്റ്. അപ്പാ, ഞങ്ങളെ തന്നെ നീ കർത്താവേ, ഓ ഇത്രമാത്രം നീ സ്നേഹിച്ച സ്നേഹത്തിനായി നന്ദി അപ്പാ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തന്നാട്ടെ. ഇത് കർത്താവ് രോഗത്തിനോ മരണത്തിനോ പ്രയാസത്തിനോ ഭാരത്തിനോ കാരണമാകാതെ നിത്യജീവന് അപ്പാ, നിത്യശക്തിക്ക് അപ്പാ, നിത്യ തേജസ്സിന് കാരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഉടമ്പടിയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നൽകുന്ന സകല നന്മകളും, സകല അനുഗ്രഹവും, സകല സൗഖ്യവും, സകല ശക്തിയും, സകല തേജസ്സും ഞങ്ങളെ ഉടുപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ആശീർവദിച്ച് തന്നാട്ടെ. തിരുനാമത്വം എടുക്കണം. ഞങ്ങളേവരെയും സഹായിച്ചിട്ട് ആരെങ്കിലും കർത്താവേ മാനസാന്തരപ്പെടാതെ, മുഴുവൻ ബാപ്റ്റിസം എടുക്കാതെ, ആ വിശുദ്ധ ജീവിതം നയിക്കാതെ ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അവർ മാറി നിൽക്കുന്നു. അപ്പാ സ്തോത്രം, എത്രയും പെട്ടെന്ന് നീക്കുപോക്കൾ വരുത്തി വീണ്ടും ഇതിൽ യോഗ്യത നേടുവാൻ അവരെ സഹായിക്കണം. എടുക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി മാറണം. പൈതങ്ങളെ കർത്താവ് എത്രയും പെട്ടെന്ന് ഇതിലേക്ക് നീ ആകർഷിക്കണം. എല്ലാ മഹത്വം അങ്ങേക്ക്, യേശുവിൻ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ. ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ മകനേ മകളേ നീ മാന്യനായിടുവാൻ മകനേ മകളേ
മകളെ നീ മാന്യയായിടുവാൻ. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരിക്കൽ കൂടെ ഭയഭക്തിയോടെ ഒരു തീരുമാനത്തോടെ ആ ഉടമ്പടിക്കൊത്ത ജീവിതം ഞാൻ നയിക്കാമെന്നുള്ളൊരു തീരുമാനത്തോടെ നമുക്ക് അപ്പവീഞ്ഞുകൾ കഴിക്കാം. കർത്താവ് ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതിനുശേഷം അനീഷ് ബ്രദർ കടന്നു വന്ന് ഈ ശുശ്രൂഷത്തോളം കർത്താവ് അനുഗ്രഹിച്ചതിനും കേട്ടവനത്തെയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. മൈക്ക് എവിടെയുള്ളത്? നല്ല കർത്താവേ, ഈ ഉച്ചകഴിഞ്ഞ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. യോഗ്യരില്ലാത്ത ഞങ്ങളെ അങ്ങയുടെ രക്തത്താൽ അങ്ങ് യോഗ്യനാക്കിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ രക്തം യേശുവേ, അങ്ങയുടെ ശരീരവും ഞങ്ങളുടെ ശരീരത്തിൻ്റെ പാർട്ടാകുമ്പോൾ അങ്ങയുടെ ഹോളിഡേയ്സിലേക്ക് ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ ആ സാങ്ക്ടിഫിക്കേഷനിലേക്ക് ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ പെർഫെക്റ്റ് ചെയ്യുന്ന അങ്ങയുടെ ഈ മഹാത്യാഗത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, കടന്നു വന്ന് എല്ലാവരെയും കരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ജീവനായിട്ട് വ്യാപരിക്കുവാൻ തക്കവണ്ണം വചനത്തിൽ പറയുന്ന പോലെ ഞാൻ ഒലിവ് മരം പോലെ അല്ലെങ്കിൽ ഞാൻ അത്തിമരം പോലെ അല്ലെങ്കിൽ ഞാനൊരു മുന്തിരിവള്ളി പോലെ നിങ്ങൾ എന്നോട് ചേർക്കപ്പെടുമ്പോൾ എൻ്റെ രക്തവും എൻ്റെ ശരീരവും നിങ്ങളുടെ ശരീരത്തിൻ്റെ പാർട്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവൻ വ്യാപരിക്കും. ഞങ്ങളെടുത്ത ഹോളി കമ്മ്യൂണിയൻ ഞങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവനായിട്ട് വ്യാപരിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവരെയും കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഈ സമയം ദിസ് ഈസ് ടൈം ഫോർ ചിൽഡ്രൻ. നമ്മൾ കുട്ടികളുടെ പാട്ടുകൾ ഇപ്പോൾ ഇടും. പ്ലേ ദ ബൈബിൾ വേഴ്സസ് ആൻഡ് ഓൾസോ ദ സോങ്സ് ദാറ്റ് ദേ ഹവ് done, and we thank God for every one of you. You have done very well. You are doing it on time and doing it very well, and we pray that it will be a blessing to all of you. Okay, at the same time we will take collect offering. Yep. Amen.
sitting lower to himself in Christ and not counting people's sins against them. And he has committed to us the message of reconciliation. 2 Corinthians 5 verses 18 and 19. In this world you will have trouble, but take heart. I have overcome the world. John 16:33. After giving thanks for sins of others, so my soul thanks for you, my God. Psalms 42 verse 1. Let the morning bring me word of your unfailing love. I put my trust on you. Show me the way I should go, so I entrust you with my life. Psalms 143 verses 8. Amen, amen, amen. ഒരിക്കൽ കൂടെ give a big hand to every one of them. I mean, they are doing very good, and we are so proud of you. Amen, hallelujah. Testimony time? Yes. Yes. Maybe soon after that, maybe Sister Serena also can come up. We will pray for you before you go for the Sunday school, yeah? Yep. Tomorrow we'll be going to New Zealand. Tomorrow we'll be going to New Zealand in the evening, so please pray for us that we stay safe in the flight. Okay. Amen. Yeah. Okay. Maybe just a minute. Yeah. Aiden. I pray for Hanil Chichi and Srochi Chichi and Ella as they're going to New Zealand tomorrow. Okay. So you did not hear what they say? Very good. He missed them so much. So you want to say one more time? Sure. We will pray for them. Okay. Your best friend? Rafaela? Yeah. I mean, we should pray for them. Anyone else? Teachers? Yes. Next week I'm gonna have like most of my exams, so like next week from Wednesday onwards like till Friday I'm gonna have a few exams, so then please pray for me to do my best and hopefully I get great marks. Amen. We already believe that you get good marks. Okay, Aaron? You will do good. Amen, amen, amen. Yes. Where ആരെങ്കിലും we'll have to pray for Sitna and family, and also pray for Aaron for his exam next week. Yeah, we'll pray that God will grant you wisdom, knowledge. Yes. Anyone else? Teachers? If not, നമുക്ക് ഇപ്പോൾ Sister Serena? Yeah, come. We are going to pray for them. കാരണം കുട്ടികൾ അതിനുശേഷം സൺഡേ സ്കൂളിൽ പോവുകയാണല്ലോ. Let us pray. ആമേൻ 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 ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും കൈകളിൽ നിങ്ങളുടെ സ്ട്രെച്ച് ചെയ്തിട്ട് അവർ നമുക്ക് വലിയ അനുഗ്രഹമായിരുന്നു. അവരുടെ പാർട്ടിസിപ്പേഷൻ, മക്കളുടെ തുടങ്ങി എല്ലാവരുടെയും, അതുപോലെ പേരൻസ് വരുമ്പോൾ അവരുടെ പാർട്ടിസിപ്പേഷൻ എല്ലാം ഇറ്റ് വാസ് സോ അമേസിങ് ആൻഡ് വി റിയലി എൻജോയ്ഡ്. We pray that when they move on, God's presence will go with them. Wherever they go, they will be a blessing to the people and to the church. Amen.